നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം. കരിയർ കോച്ച് രമ്യ ഗിരിജിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഹായ് മാം, നമസ്കാരം. ഹായ്, നമസ്കാരം. അതായത് ഈ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിയുമ്പോൾ പേരൻസിനും അതുപോലെ സ്റ്റുഡൻസിനും ഒക്കെ ഒരുപാട് ഈ സംശയങ്ങളുണ്ട്. കാരണം ഞാനിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം? പലരും ചിലപ്പോൾ എൻട്രൻസ് ഒന്നും എഴുതാത്തവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കാം, അതും അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ പൊതുവിൽ ഇപ്പോൾ വരുന്നൊരു സംശയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടത് പ്ലസ് ടുവിന് ശേഷം എന്ത് എന്നുള്ളതാണ്. ശരിക്കും പ്ലസ് ടുവിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ടുവിന് ശേഷം എന്ത് എന്ന് ചിന്തിക്കുന്നത് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടല്ല. ആക്ച്വലി നേരത്തെ തന്നെ ചിന്തിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബോർഡ് എക്സാമിൻ്റെ തിരക്കിലും പല കാരണങ്ങൾ കൊണ്ട് ലാസ്റ്റ് ആയിരിക്കാം നമ്മളൊരു ടെൻഷനിലേക്ക് എത്തുന്നത്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. ജനറൽ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി എടുത്ത് പോകുന്നു എന്നുള്ളതാണ്. അത് ബിടെക് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ MBBS, അങ്ങനെ ഒരു മെഡിക്കൽ സ്ട്രീമിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, ജനറൽ ഗ്രാജുവേഷനിലേക്ക് പോകുന്നവരുണ്ട്. ഇതുകൂടാതെ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതാണ് നോർമലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ജോലിയാണ്. പ്ലസ് ടു കഴിഞ്ഞു, ഇനി എനിക്ക് പഠിക്കാൻ സാധ്യതയില്ല. പിന്നെ കുറേ കുട്ടികൾ ബ്രേക്ക് എടുക്കുന്ന കുട്ടികളും ഉണ്ട്. 1 ഇയർ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ബ്രേക്ക് എടുക്കുന്നവരും ഉണ്ട്. ഈ റീസെൻ്റായിട്ട് ഞാനൊരു കുട്ടിയെ കണ്ടായിരുന്നു, ഞാൻ ഇനി 1 ഇയർ ഒന്നും പഠിക്കാതെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാം എന്ന് പറഞ്ഞത്. മീൻസ് എൻട്രൻസിന് പോകുന്നില്ല, ബ്രേക്ക് എടുക്കുവാണ് എന്ന്. അതൊരു ശരിയായ തീരുമാനമാണോ? അതൊരു ശരിയായ തീരുമാനം അല്ല ആക്ച്വലി. കാരണം ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലൊരു തീരുമാനമല്ല. കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ മാഡം പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പ്ലസ് ടുവിന് റിസൾട്ട് വന്നതിന് ശേഷമല്ല ഈ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പ്ലസ് ടുവിന് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കേണ്ട ഒരു തീരുമാനം. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പലർക്കും മാഡം പറഞ്ഞതുപോലെ ഈ കോഴ്സുകൾ, ഈ 3 വർഷ കോഴ്സുകൾ ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവത്തില്ല. അതായത് ഡിഗ്രി കോഴ്സുകൾ, നോർമൽ ഡിഗ്രി കോഴ്സുകൾ, എല്ലാവരും എൻട്രൻസ് എഴുതുന്നവരല്ലോ. അപ്പോൾ നോർമൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു 1 ഇയർ ഉള്ള ചെറിയ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലിയിലേക്ക് കടക്കുക, അതിനുശേഷം പിന്നെ വേണമെങ്കിൽ എനിക്ക് ജോലി ഇരുന്നുകൊണ്ട് പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് താല്പര്യമുള്ള ആൾക്കാർ ഇപ്പോൾ ഈ തലമുറ. ഇപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ, എൻ്റെ ഒരു കസിൻ്റെ മോൻ, അപ്പം പുള്ളിക്കാരൻ പറയുന്നത് പറഞ്ഞാൽ, എനിക്ക് ഇനി ഡിഗ്രിക്ക് പോകാൻ വയ്യ, പ്ലസ് ടു കഴിഞ്ഞു, ഞാൻ ഒരു 1 ഇയർ മൊബൈൽ ടെക്നോളജി പഠിക്കാൻ പോവുക. അപ്പം നമ്മുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു, മൊബൈൽ ടെക്നോളജി എങ്ങനെയുണ്ട്, അത് പഠിക്കാമോ? ശരിക്കും അത്തരം കോഴ്സുകൾ പഠിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷേ അതൊരു നല്ല തീരുമാനമാണോ ശരിക്കും പറഞ്ഞാൽ? അത് നല്ല തീരുമാനമാണോ എന്ന് ചോദിക്കുന്ന കുട്ടിയുടെ സാഹചര്യവും പല കാരണങ്ങളുണ്ട്. ഒരു കുട്ടി അങ്ങനെ ഒരു കോഴ്സിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, പെട്ടെന്ന് ജോലി വേണം, പിന്നെ ചിലപ്പോൾ അക്കാഡമിക്കലി എക്സൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരു ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഈ പറയുന്ന നമുക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യതകളുമുണ്ട് പല കോഴ്സുകളും. പക്ഷേ ആ ജോലിയിൽ കിട്ടുന്ന സാലറി നമുക്ക് നമ്മളുടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതത്തിന് മതിയാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നമുക്കിപ്പോൾ ജോലി കിട്ടുന്നു, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആ കാശ് മതിയാവും. അപ്പോൾ അവർ ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. സോ ബേസിക്കലി ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. സോ ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ ഡിപ്ലോമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനിലെങ്കിലും ഒരു ഗ്രാജുവേഷൻ ചെയ്യുന്നത് അഡ്വൈസബിൾ ആണ്. അപ്പോൾ ഈ 1 ഇയർ കോഴ്സ്, നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ഈ 1 ഇയർ കോഴ്സ് ഇപ്പോഴത്തെ ഒരു പെട്ടെന്നൊരു നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ 1 ഇയർ കോഴ്സ് എടുത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, ഈ വൈറ്റ് കോളർ ജോബ്സ് പൊതുവേ ഈ 1 ഇയർ കോഴ്സിൽ എടുത്ത് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് കിട്ടുമോ? അതോ ഈ ടെക്നിക്കൽ നോളജുകളിലുള്ള ജോലികൾ മാത്രമേ അവർക്ക് സാധ്യത ഉണ്ടാകത്തുള്ളൂ? മെയിൻലി ഇപ്പം ഒരുപാട് ജോബ് സെനാരിയോ ഭയങ്കരമായിട്ട് ചേഞ്ചിങ് ആണ്. ഇപ്പം കുറച്ച് നാൾ മുന്നേ തന്നെ ഗൂഗിള് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അവർ റിക്രൂട്ട്മെൻറ്റിൽ ഒരു ടാസ്ക് പോലെയാണ് കൊടുക്കുന്നത്. അതാരാണ് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്, നല്ല രീതിയിൽ അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ആകുകയാണ് നമ്മളുടെ ഒരു ജോബ് സെനാരിയോ തന്നെ മാറുന്ന ഒരു സാഹചര്യം. അതെ അതെ. അപ്പം കഴിവുള്ളവർ മുന്നിലേക്ക് വരട്ടെ, പിന്നെ അപ്സ്കിൽ കഴിവുള്ളവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിവുള്ളവരും അത് എക്സ്പ്ലോർ ചെയ്യുന്നവർ. ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ എന്താ പറയുക, വേസ്റ്റ് ചെയ്യുവാണ്, അവരുടെ സമയം വേസ്റ്റ് ചെയ്യുവാണ്, അവരുടെ സ്കില്ല് വേസ്റ്റ് ചെയ്യുവാണ്. അപ്പം ഏറ്റവും കൂടുതൽ നല്ല സ്കില്ലുള്ള ആൾക്കാരെ, അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെയും എന്താ പറയുന്നതാണ് ഇപ്പോൾ കമ്പനികളും എല്ലാവരും നോക്കുന്നത്. ഒരു ഡൈവേഴ്സ് ഒരു ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ മെജോറിറ്റി വലിയ വലിയ കമ്പനികൾ നോക്കുവാണെങ്കിലും അങ്ങനെയാണ് അവരുടെ റിക്രൂട്ട്മെൻറ്റും നടക്കുന്നത്. അപ്പോൾ മാം ഈ ഗൂഗിളിൻ്റെയും മെറ്റയുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ വിദേശം എന്ന് പറയുന്നൊരു സ്വപ്നം ഉണ്ടല്ലോ, ഇടക്കാലം വെച്ച് വിദേശത്ത് പോകുക എന്നുള്ളൊരു വലിയ സ്വപ്നമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരുവിധം ആൾക്കാരെല്ലാം വിദേശത്ത് പോയി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കുറച്ച് കാലം മുമ്പ്. ഇപ്പോഴും അതിനൊരു മാറ്റം വലുതായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ വിദേശത്തെ സാധ്യതകൾ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പറഞ്ഞാൽ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് പേര് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പം എന്ന് പറഞ്ഞാൽ
വലിയ ലക്ഷങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഈ ലോണൊക്കെ എടുത്തിട്ടാണ് പലരും വിദ്യാഭ്യാസത്തിനും പിന്നെ അവിടെ ലൈഫ് സെറ്റിൽ ചെയ്യാന്നുള്ള മോഹമായിട്ടൊക്കെ പോകുന്നത്. അതെ. പക്ഷെ ഇനിയുള്ള കാലത്ത് വിദേശം എന്നുള്ളതൊരു സ്വപ്നമായി മാറുകയാണോ, അല്ലെങ്കിൽ അതൊരു സാധ്യത അടയുകയാണോ അവിടെ? ഇത് ശരിക്കും എന്താണ് നമ്മൾ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ പഠനം അല്ലെങ്കിൽ ഒരു ഫോറിൻ എഡ്യൂക്കേഷനിലല്ല ഇഷ്യൂ വന്നിരിക്കുന്നത്. നമ്മളുടെ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡുകളിൽ വന്ന മാറ്റമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും കുട്ടികളെയും കൊണ്ടെത്തിച്ചത്. കാരണം ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ പല യൂണിവേഴ്സിറ്റിയുടെയും വളരെ നല്ല കോഴ്സസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സസും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഇവിടെ ആ ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ ഒരു ഫ്ലോ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടി പുറത്ത് പഠിക്കുകയാണ് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് പലരും വിടുന്നത്. ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതാണ് കോഴ്സ്, എത്രയാണ് അവിടെ ചിലവാകുന്നത്, അല്ലെങ്കിൽ അവിടെ പഠിച്ച കുട്ടികൾ എന്താണ് അവരുടെ സാഹചര്യം, ഇതൊന്നും നമ്മൾ പൊതുവെ അന്വേഷിക്കാറില്ല. നമ്മൾ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് എബ്രോഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ഇതിൽ ഫ്ലോയിൽ നമ്മളങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റി പലപ്പോഴും പാരൻസ് മനസ്സിലാക്കാതെ വിടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. കുട്ടികൾ ഇത്രയധികം ബുദ്ധിമുട്ടുന്നതും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടൊരു ഉപയോഗമില്ല എന്നുള്ളൊരിത് വന്നിരിക്കുന്നതിൻ്റെ റീസൺ അതാണ്. ഇപ്പം അധികമായാൽ അല്ല, ഞാൻ ഈ അടുത്ത സമയത്ത് വാഴ എന്ന് പറയുന്ന സിനിമ ഉണ്ട്, വാഴ 2 എന്ന് പറയുന്ന സിനിമ ഉണ്ട്. അതിനകത്ത് ഈ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദേശത്ത് അവിടെ പഠിക്കാൻ ചെന്നവർ വലിയ കഷ്ടപ്പെടുന്നത്. പലപ്പോഴും അതിന് ഇപ്പൊ വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ അതിനെ കുറിച്ച് വരുന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് റിയാലിറ്റി, അല്ലാതെ നമ്മുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല റിയാലിറ്റി. ഇവിടെ വരുന്നവർ എന്തും ചെയ്യാൻ തയ്യാറാവണം. അവരുടെ പിന്നെ ഈ പറഞ്ഞ പോലെ പഠനത്തോടൊപ്പം തന്നെ കഷ്ടപ്പെട്ട് വീട്ടുജോലി വരെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവർക്കാണ് അവിടെ അവസരങ്ങൾ കിട്ടുക. അല്ലെങ്കിൽ അത് തന്നെ പോലും വല്ല പീനട്സ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പോകണം. ശരിക്കും അതാണോ റിയാലിറ്റി? ഈ നമ്മുടെ ഈ ഓരോ ഈ വിടുന്ന ആൾക്കാർ അവരുടെ വഞ്ചനയിൽ ഇവർ പെടുകയാണോ ചെയ്യുന്നത് ശരിക്കും? ഇതിലെന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ റിയാലിറ്റി മനസ്സിലാകാതെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഇതിൽ നിൽക്കില്ല നമ്മളുടെ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാർക്ക് ബാക്കപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമ്മളുടെ അവിടുത്തെ നമുക്ക് തിരിച്ചു പോരാനും പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും വർക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളുടെ എസ്പെഷ്യലി കേരളത്തിലെ കുട്ടികളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലാളിച്ചും ഓമനിച്ചും ഒക്കെ നമ്മൾ വളർത്തുന്നതാണ് കുട്ടികളെ. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പാരൻസ്. അപ്പോൾ ഇവർക്ക് അവിടെ ചെന്ന് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ജോലിയൊന്നും അവർ ഒരിക്കലും എക്സ്പോസ്ഡ് അല്ല. അത് ഭയങ്കരമായൊരു മാനസിക പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടാക്കുകയും മീൻസ് പഠനം ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ല, കാരണം ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തു പോയി. അങ്ങനെ ഒത്തിരി ഡിപ്രസീവായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എനിക്കറിയാം. അത് കാരണം പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും ജോലി എന്നുള്ള രീതിയിലേക്ക് പോകും. ഇത് നമ്മൾ കാണുന്നത് പോലെ അത്ര ഒരു ഫാൻസി ലൈഫ് അല്ല. അത് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടുത്തെ കുട്ടികൾ മെയിനായിട്ട് നമ്മുടെ ഒരു സ്വാതന്ത്ര്യബോധം എന്നുള്ള ഒരു ഇതിലാണ് അവർ പോകുന്നത്. ഇവിടെ നിന്നിപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നു, നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫാൻറ്റസിയാണ്. ആക്ച്വലി അതിൻ്റെ റിയാലിറ്റി അതല്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. ഇതേ കാര്യം ഇവർ അടുത്ത് വരുന്ന ആൾക്കാരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവരും വിശ്വസിച്ച് കൊള്ളണമെന്നില്ല. അതായത് ഈ നമ്മൾ ഇപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ഒരു സമയം കൂടെ ആണല്ലേ. എൻട്രൻസ് ഒരു ഓൾമോസ്റ്റ് എല്ലാ എൻട്രൻസ് എക്സാംസും അങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എൻട്രൻസിൻ്റെ സമയം കഴിയുമ്പോഴത്തേക്കിന് അവർക്ക് ഏതെങ്കിലും കോഴ്സ്, ഇപ്പോൾ എൻട്രൻസ് കിട്ടാത്തവരുണ്ടാകും. ഇപ്പം നീറ്റ് പോലുള്ള എൻട്രൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ശരിക്കും അവർക്കൊരു വർഷം നഷ്ടപ്പെടുകയില്ലേ ചെയ്യുന്നത്? ഈ എൻട്രൻസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഇതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ അവരെ പിന്നെ എന്ത് ചെയ്യും? ഒരു വർഷം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ എൻട്രൻസിനെ സംബന്ധിച്ച് ആൾക്കാരുടെ പ്രിപ്പറേഷൻ്റെ ലെവൽ ഡിഫറെൻ്റ് ആണ്. ചില കുട്ടികൾ +1 പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് 2 കൊല്ലം അവർക്ക് കിട്ടും ആ പറയുന്ന എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യും. ചില കുട്ടികൾ +2 ആവുന്ന സമയത്ത് 1 ഇയർ പ്രിപ്പറേഷനിലേക്കാണ് പോകുന്നത്. ചില കുട്ടികൾ ക്രാഷിൻ്റെ പ്രിപ്പറേഷനിലാണ് പോകുന്നത്. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വർഷം പാഴായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 1 ഇയർ ഗ്യാപ്പ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് കിട്ടാതെ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നഷ്ടമായി മാറുന്നത്, വലിയ നഷ്ടമായി മാറുന്നത്. പക്ഷേ ഇവിടെയും ആൾക്കാരുടെ ഒരു ചിന്താഗതിയിൽ വ്യത്യാസം വരാനുണ്ട്. കാരണം ഇപ്പം നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള സാധ്യതകൾ എന്താണ് എന്ന് പലപ്പോഴും ഇവർ നോക്കുന്നില്ല. എന്തായാലും ഞാൻ 1 ഇയർ നിൽക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, എനിക്ക് കിട്ടും. പക്ഷേ സപ്പോസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു ഓപ്ഷൻ പലപ്പോഴും നോക്കാറില്ല. അങ്ങനെ ഓപ്ഷൻസ് നോക്കി വെക്കണം എന്നുള്ളതാണ്. കാരണം നീറ്റ് എഴുതുന്നതിൻ്റെ ഒപ്പം എഴുതാൻ പറ്റുന്ന എക്സാമാണ് CUET എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ബാക്കിയുള്ള എക്സാംസും തീർച്ചയായിട്ടും എഴുതണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഇയർ നമുക്ക് പാഴായി പോയി എന്ന് തോന്നാതിരിക്കുകയുള്ളൂ. ഓക്കെ. ഇനി ഞാൻ വളരെ കോമൺ ആയിട്ടൊരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് നമ്മൾ ഈ സാധാരണ ഡിഗ്രി നമ്മൾ BA, BCom അല്ലെങ്കിൽ BSc പോലെയുള്ള കോഴ്സുകൾ നമ്മൾ +2 കഴിഞ്ഞ് ചെയ്യുന്നു.
അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം. ഒന്നുകിൽ അതിൻ്റെ PGക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് എക്സാംസ് അല്ലെങ്കിൽ PSC അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ശരിക്കും അതല്ല ഞാൻ ഈ ഡിഗ്രിയോടുകൂടി ഞാനൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഞാൻ എൻ്റെ കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു +2 കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ? ഇപ്പോൾ ഈ +2 കഴിഞ്ഞിപ്പോൾ ജോലി എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ PSC SSC ഇങ്ങനെ. ഇപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ താല്പര്യമില്ല, ജോലിക്ക് പോകുന്നു എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ +2 കഴിഞ്ഞിട്ടല്ല, അതായത് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയോടുകൂടി ഞാൻ എൻ്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം മതിയാക്കുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ പറഞ്ഞ പോലെ BA ഹിസ്റ്ററി എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ BA ഹിസ്റ്ററി കഴിഞ്ഞു, ഞാൻ എൻ്റെ പഠനം നിർത്തുന്നു, എനിക്ക് ഇനി ജോലിക്കാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പറയുന്നൊരു വ്യക്തിക്ക് ഇപ്പോൾ കണ്ടന്റ് റൈറ്റിങ്ങോ അങ്ങനെയുള്ള സ്കില്ലുകൾ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഫർദർ ഇപ്പോൾ ആർക്കിയോളജിയോ കൾച്ചറൽ സ്റ്റഡീസോ മ്യൂസിയോളജിയോ അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ഒരു സ്ട്രീമിലേക്ക് അവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ജനറൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ കഴിവുകൾ അനുസരിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോഴത്തെ ഇതനുസരിച്ച് കഴിവുകളാണ് അവർ നോക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം അതാണ് ഒരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇപ്പോൾ ഒരു ആർട്സിൽ വരുന്നത്. അതുപോലെ ഇപ്പോൾ BA ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, ശാന്തിനികേതൻ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ബംഗാളിലാണ്. അത് കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ ജോലിയിലേക്ക് കയറാം. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ കോഴ്സ് ആണ്. അതേസമയത്ത് ഇപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞു, പക്ഷെ അതൊരു MAയും കൂടെ പോകുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ MA ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് സയൻസ് പോയാൽ നമുക്ക് ജോലി സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എടുക്കുന്ന കോഴ്സിന് ഡിപ്പെൻഡഡ് ആണ്. ചിലപ്പോൾ നമ്മളുടെ ഗ്രാജുവേഷനിൽ തന്നെ നമുക്ക് ഈ പറയുന്നത് മതിയാവും. കാരണം ഈവൻ സിവിൽ സർവീസിനും ഗ്രാജുവേഷനാണ് പറയുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല. അപ്പം ഡിപ്പെൻസ് ആണ് ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്, ആ കോഴ്സിന്റെ സാധ്യതകൾ അനുസരിച്ചിട്ടാണ്. അല്ല, അപ്പോൾ ഞാൻ ഈ മാഡം പറഞ്ഞ ഇന്റീരിയർ ഡിസൈനിങ് പോലത്തെ ചെയ്യാൻ സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കോഴ്സസ് ഉണ്ട്, പിന്നെ അതുപോലെ പ്രിന്റിംഗ് ടെക്നോളജിയുടെ കോഴ്സസ് ഉണ്ട്. ഇതൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ്. ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ പറഞ്ഞ കോഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഇപ്പോൾ വൊക്കേഷണൽ കോഴ്സസ് ഉണ്ട്. കാരണം ഒരു പ്രാക്ടിക്കൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അങ്ങനത്തെ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ കുറച്ച് കൂടുതൽ ഈ ഗ്രാജുവേഷനോടൊപ്പം തന്നെ ജോലി സാധ്യതകളുണ്ട്. അല്ലാതെ ഉള്ള ജനറൽ നമ്മളിപ്പോൾ കാണുന്ന ഗ്രാജുവേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറവാണ് ജോലി സാധ്യത. അതെ. അപ്പോൾ ഈ നമ്മുടെ കോഴ്സുകൾ ഈ നമ്മുടെ ഈ മാഡം പറഞ്ഞതുപോലെ കൽക്കട്ടയിൽ ആണ് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ ഉടനീളം ഇത്തരം തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ കണ്ടെത്തുന്നത് എങ്ങനെയായിരിക്കും ഒരു +2 കഴിഞ്ഞ ഒരാൾ? ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മാഡം പറഞ്ഞ അറിവ് പുതിയൊരു അറിവാണ്. അപ്പോൾ ഇത് പലർക്കും അറിയത്തില്ല ഇക്കാര്യങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഏതൊക്കെ കോഴ്സുകളാണ് ഈ രാജ്യത്ത് ഇപ്പം നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുന്നത്? ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോളജ് ഗെയിനിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മൾ വായിക്കുക, നമ്മൾ ഇത് മനസ്സിലാക്കുക. പക്ഷേ എല്ലാ പാരൻസും അവരവരുടെ കുട്ടി 10th +2 എത്തുമ്പോഴും മാത്രമാണ് ഈ കോഴ്സുകളെ കുറിച്ചിട്ട് അവയർനെസ് അവർക്ക് ഉണ്ടാവുക. ഞാൻ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്, യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. എന്താണ് നോക്കേണ്ടതെന്ന് പലപ്പോഴും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് അത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ എത്താത്തത്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. അപ്പം ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വേൾഡ് ജോബ് ഫോർകാസ്റ്റ് ഒക്കെ വേൾഡ് എക്കണോമിക് ഫോറം ഒക്കെ ചെയ്യാറുണ്ട്. സോ അതിൽ നോക്കുമ്പം ഏത് തരത്തിലുള്ള ജോലികളാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആവശ്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഉള്ള ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ജോബ്സ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നത്, അതായത് സസ്റ്റൈനബിൾ എനർജി, റിന്യൂവബിൾ എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. ഈ പറയുന്ന കോഴ്സ് ടിസ്സിലുണ്ട്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ഈ പറയുന്ന BS പ്രോഗ്രാം ഇൻ സസ്റ്റൈനബിൾ സ്റ്റഡീസ് ഒക്കെ പ്രോഗ്രാംസ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ ഒന്നിച്ചൊരു ഇൻഫർമേഷൻ കിട്ടുക. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഏകജാലക സിസ്റ്റം ഇതിന് വേണ്ടിയിട്ടില്ലല്ലേ ഒരു ഇന്ത്യയിൽ ഏതൊക്കെ ബെസ്റ്റ് കോഴ്സസ്. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ മിനിസ്ട്രി കേരളത്തിലായാലും ശരി, നമ്മുടെ സെൻട്രൽ മിനിസ്ട്രി ആയാലും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇനി പുറത്തു പോയി ഒരു കാര്യവും അല്ലെങ്കിൽ പഠിക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് വേണ്ടി പുറത്തു പോകേണ്ടി വരില്ല. അപ്പം എന്തുദ്ദേശത്തിലായിരിക്കും അത്തരം ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരം ഒരു കമൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അല്ല, ഒരു കൺട്രീനെ സംബന്ധിച്ച് ആക്ച്വലി ഇന്ത്യൻ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ എക്സാമ്പിൾ ഈ റീസെൻ്റ്ലി സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാനിങ്ങനെ കാണുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ 15 to 20% ഇന്ത്യൻസ് ആർ വർക്കിംഗ് സ്പേസ് എക്സ് പോലെയുള്ള കമ്പനിയിൽ. അപ്പം ഇന്ത്യൻസിൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വാല്യുബിൾ ആൻഡ് വി ആർ ഹാവിങ് എ ബ്രെയിൻ ഡ്രെയിൻ. ബിക്കോസ് നമ്മളുടെ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു, അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു വലിയൊരു ബ്രെയിൻ ഡ്രെയിൻ വരുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എല്ലാം അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മളോട് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാവുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മുടെ തലമുറയുടെ അംബീഷൻ അനുസരിച്ചിട്ട് നമ്മളുടെ കൺട്രിയിൽ ഡെവലപ്മെൻറ്റ് വരണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പോളിസി കൊണ്ടുവന്നാലും നമ്മുടെ അംബീഷൻ അനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും. അല്ല, മാഡം പറഞ്ഞത് സ്പേസ് എക്സിന്റെ കാര്യം പറഞ്ഞു. ഈവൻ നാസയിൽ പോലും നമ്മുടെ ആൾക്കാരുണ്ട്. അതെ അതെ. അപ്പൊ ഈ എന്റെ ചോദ്യം അതാണ്, ഈ നമ്മൾ സ്പേസ് എക്സിനും നാസയും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കാതെ നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും സാധ്യതകൾ എന്തൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്? ഇപ്പം ഇന്ത്യയിൽ സാധ്യത ഇപ്പം എല്ലാ ജോബ്സിനും, കാരണം പുറത്തുള്ള ഒരുപാട് കൺട്രീസ് നമ്മുടെ ഇന്ത്യയിൽ വരുന്നുണ്ട്. അവിടുത്തെ എന്താ പറയുന്നത്, ഇവിടെ തന്നെ അവരുടെ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പുറത്തേക്ക് പോകുന്ന അതേ സാധ്യതകൾ ഇന്ന് ഇവിടെയും നമുക്ക് ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇന്ത്യ ആസ് എ ഹോൾ, നമ്മളൊരു കൺട്രി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പം ഇത്രയും പോപ്പുലേഷനെ നമ്മൾ എംപ്ലോയിഡ് ആക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇന്നത്തെ ഒരു നിലയിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ യൂത്തിനെ എംപ്ലോയബിലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ള യൂത്തിന്റെ മൈൻഡ് സെറ്റ് ആക്ച്വലി ശരിക്കും മാറിയിരിക്കുകയല്ലേ. ഞാൻ മാഡം ഒരു കരിയർ ഗൈഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാഡത്തിനോട് ചോദിക്കാം. കാരണം ഒരുപാട് പേരെ മാഡം സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പേരടുത്തും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും കോമൺലി ഈ കുട്ടികൾ വന്ന് എന്തായിരുന്നു ചോദിക്കുന്നത്? ഇപ്പോൾ ഉള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് പറയുന്നത് കുട്ടികൾക്ക് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഇപ്പോഴത്തെ ജനറേഷൻ, അവർക്ക് വാല്യൂ ഇല്ല, അങ്ങനെയൊക്കെ ഞാൻ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ടെങ്കിലും ഒരുപാട് കുട്ടികൾ ഇപ്പം 2025 നോക്കുവാണെങ്കിൽ മോർ ദാൻ 5000 സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവർ കുറച്ചും റെസ്പോൺസിബിൾ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ഈ പറയുന്ന പോലെ ഡീവിയേഷൻസ് ആണ്, അറ്റൻഷൻ ആണ് അവർക്ക് എവിടെയോ ലാക്കിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഒരു ഫോക്കസ് അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല, അതൊരു ഡേഞ്ചറസ് ജനറേഷൻ ഒന്നും അല്ല ഈ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവർ കോമൺ ആയിട്ട് വന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ഫാൻറ്റസി നേച്ചർ കൂടുതൽ, റിയാലിറ്റിയിൽ നിന്നും കുറച്ച് മാറിയാണ് പല കുട്ടികളും നിൽക്കുന്നത് എന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് ഇപ്പം ഞാനിപ്പോൾ ഒരു 16 ഇയേഴ്സായി. അപ്പോൾ ഒരു 10 വർഷം മുന്നേ ഞാൻ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാരൻസിനെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവരോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ അവർക്ക് റൈറ്റായിട്ടൊരു ഗൈഡൻസ് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യപ്പെടാൻ പറ്റുന്നൊരു ജനറേഷനാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഇവർ എന്നിട്ട് ഈ 5000 സ്റ്റുഡൻസോട് അല്ലെങ്കിൽ 5000 കുട്ടികളോട് മാഡം സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇവരെന്ത് ഡിസിഷനിലായിരിക്കും ഏറ്റവും അവസാനം എടുക്കുക എന്നുള്ളത് തോന്നിയിട്ടുണ്ട്? ഇവർ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ കരിയറിൽ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അവരൊരു കോഴ്സിനെ കുറിച്ച്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് ന്യൂറോ മാർക്കറ്റിംഗ് ഓർ സംതിങ്, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, എപ്പോഴും ഈ ഒരു കോഴ്സിനെ കുറിച്ച് കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇതാണ് ടോപ്പ് കോഴ്സ് എന്നാണ്. അപ്പോൾ വേറെ അവർ സെർച്ച് ചെയ്യാറില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക ആൾക്കാർക്കും ഈ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോലി ചെയ്യാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. പിന്നെ ഒരാളുടെ കീഴിൽ ചെയ്യുന്നത് അവർക്ക് സ്വാതന്ത്ര്യം വേണം, അവർക്ക് ഫ്രീഡം വേണം. ഫ്രീഡം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരാൾ കൺട്രോൾ ചെയ്യാതിരിക്കില്ല, ഒരു സിറ്റുവേഷണൽ ഫ്രീഡവും അവർക്ക് ആവശ്യമാണ്. അവർ ചെയ്യുമ്പോൾ നമ്മൾ പണ്ട് ഡെസ്കിലിരുന്ന് ചെയ്യുന്ന ജോബ്സ്, ഇപ്പം എൻ്റെ ഡെസ്ക് ഇതാണ്, ഞാനിവിടെ, അങ്ങനെ അവർക്ക് താല്പര്യമില്ല. എന്താ പറയുന്നത്, അങ്ങനെ ഒരു കുറച്ച് സോഷ്യൽ ഇതായിട്ടുള്ളതും അവരുടെ സ്വാതന്ത്ര്യത്തിന് ഹനിക്കാത്ത രീതിയിലുള്ള ജോബ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതലും ഓൺട്രപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ്, ഇങ്ങനെയുള്ള ഐഡിയാസുമായിട്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് വരുന്നത്. മാഡം പറഞ്ഞു ഈ AI കാര്യങ്ങളാണ് അവർ കൂടുതലും ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, AI എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ നമ്മളൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ മെറ്റ എന്ന് പറഞ്ഞാൽ ഒരു AI ടൂള് ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. മെറ്റ അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ടൊരു AI ടൂള് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ AI ടൂള് ഡെവലപ്പ് ചെയ്ത അത്രയും പേരുടെ ജോലി ഒറ്റയടിക്ക് അവർ ഒഴിവാക്കി. അവരെ ജോലിയിൽ നിന്ന് മെറ്റ ഒഴിവാക്കി. അതായത് ഈ AI സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ AI ആപ്പ് ഡെവലപ്പ് ചെയ്തവരെ തന്നെ ജോലിയിൽ നിന്ന് മാറ്റി അവർ തന്നെ പാരയായ ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. ശരിക്കും AI സാധ്യത അത് തന്നെയല്ലേ? കാരണം AI ജോലി നഷ്ടപ്പെടുത്തുന്ന ഒരു കോഴ്സായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ഒരു സാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? അത് ഒരിക്കലും അങ്ങനെ കാണേണ്ടതില്ല. AI എന്ന് പറയുന്നത് ജോലി നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമല്ല.
AI എന്ന് പറയുന്ന ഒരു ടൂൾ അല്ല ജോലി നഷ്ടപ്പെടുത്തുന്നത്. AI നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് നമ്മളെ റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എവല്യൂഷണറി പ്രോസസ്സ് ആണല്ലോ മനുഷ്യൻ്റെ ഒരു അതെ, ഇതെന്ന് അതെ. പറഞ്ഞ്. അപ്പോൾ ഈ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് പണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന സമയത്ത് ആലോചിച്ച് നോക്കുക. Yes. അന്ന് നമ്മളെല്ലാം ബുക്കിലാണ് പല കാര്യങ്ങളും എഴുതിയിരുന്നത്. അതെ. അന്ന് ബുക്കിൽ എഴുതി, അതായത് അങ്ങനെ ക്ലറിക്കൽ വർക്ക് ചെയ്തിരുന്നവരെ കൊണ്ട് എഴുതിച്ചിട്ടാണ് ആ ഡേറ്റ എല്ലാം തന്നെ കമ്പ്യൂട്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പം ഇതേ സെനാരിയോ നമുക്ക് അന്ന് വേറൊരു രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്തിരുന്നൊരു ജനറേഷൻ അതെ, അതെ. നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്നിട്ടും സർവൈവ് ചെയ്തില്ല. അവരെല്ലാരും കമ്പ്യൂട്ടർ പഠിക്കേണ്ടി വന്നു കമ്പ്യൂട്ടർ അവസാനം പഠിച്ചു. അല്ലേ? അതെ, അതെ. അത് മാത്രമല്ല നമ്മൾ അഡാപ്റ്റായി ആ സിറ്റുവേഷനുമായിട്ട്. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് വിഷമിക്കുന്നില്ലല്ലോ ഒരിക്കലും. അതില്ല എന്ന് അതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാ ചിന്തിക്കുന്നത്. അപ്പം അന്ന് പക്ഷെ അത് ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പം ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ ഇങ്ങനെ ഒരു ഇത് കമ്പ്യൂട്ടറൈസേഷൻ ഇങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന സമയമാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്പീഡാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത്. സ്പീഡിൻ്റെ കാലമാണ്. എത്ര പെട്ടെന്നൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെയാണ് എയുടെ റെലവൻസ് വരുന്നത്. ഒരു വ്യക്തി ഇരുന്ന് ഒരു ലെറ്റർ പണ്ടത്തെ കാലത്ത് നോക്കും, നമ്മൾ ഇരുന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കറക്ഷൻ ചോദിച്ചു, പിന്നെ തിരിച്ചു വരുന്നു, എത്ര ദിവസമാണ് എടുക്കുന്നത്. ഇപ്പോൾ വിത്തിൻ 5 minutes എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ഫൈനൽ ഡ്രാഫ്റ്റ് ആവുന്ന ഒരു അവസ്ഥയാണ്. വിത്തിൻ 5 minutes എന്ന് പറയാൻ പറ്റില്ല, അല്ല സെക്കൻഡ്സ്. ശരിക്കും മാഡം മാഡം അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ AI എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് അലസരാക്കുകയാണോ ചെയ്യുന്നത് ശരിക്കും? ക്രിയേറ്റിവിറ്റീനെ ഭയങ്കരമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോറി എഴുതുക, പോയം എഴുതുക. പണ്ട് നമ്മളൊരു പോയം വായിക്കുകയോ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമ്മളൊരു വാവ് ഫീലിംഗ് ഉണ്ട്, അതായത് ഇത്രയും ചിന്തിച്ചല്ലോ എന്നുള്ളത്. അതെ. അപ്പോൾ പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പം നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ അങ്ങ് കഥകളും അതെ. പോയവും എല്ലാം വരികയാണ്. അപ്പോൾ അതെ. അങ്ങനെയുള്ള ഒരു ക്രിയേറ്റിവിറ്റി, മനുഷ്യൻ്റെ ഇമാജിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണ്ട സ്ഥലങ്ങളിലൊന്നും ഈ പറഞ്ഞ പോലെ AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ശരിയാണ്. പക്ഷേ ദർ ഇസ് എ ഹ്യൂമൻ ഫീലിംഗ്. ആ ഹ്യൂമൻ ഫീലിംഗ് കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ മിസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഹ്യൂമൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി വരുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്നു AI വന്നതുകൊണ്ട് എല്ലാവരും AI പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ബോർഡ് എക്സാമിൻ്റെ ഇതിൽ പോലും AI ഒരു ഇതാക്കി പാഠത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരികയാണ്. നമുക്കിവിടെ മിനിസ്ട്രി പോലുമായി ഈ കേരളത്തിൽ. അതെ, കമ്പൽസറി അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ AI ഇപ്പോൾ AI വന്നു, ടൂൾസ് വന്നു, ഇപ്പോൾ ആൾക്കാരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ലിംഗ്വിസ്റ്റിക് സയൻസുകാരുടെ ജോലി സാധ്യത കൂടി. പക്ഷേ അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്? AI വന്നതുകൊണ്ട് AI പഠിക്കാൻ പോയപ്പോൾ ആക്ച്വലി AI വന്നപ്പം ആവശ്യകത വന്നത് ലിംഗ്വിസ്റ്റിക്സുകാരെയാണ്. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക്സുകാർ എന്താ പറയുക, എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഈ ലിംഗ്വിസ്റ്റിക്സുകാരുടെ ആവശ്യമുണ്ട്. അപ്പം AI വന്നതുകൊണ്ട് AI പ്രോംപ്റ്റ് എഞ്ചിനീയർ അങ്ങനെയുള്ളത് മാത്രമല്ല, ഈ പറയുന്ന മേഖലകളിലും എന്താ പറയുന്നത് പഠന സാധ്യതകളും ജോലി സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ AI വരുമ്പോൾ രണ്ടും കൂടെ ഇത് എന്താ പറയുക ക്ലബ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ ഒരു HCI എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഇവിടെയും അധികം പോപ്പുലർ അല്ല, ബട്ട് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഗ്രാജുവേഷൻ കോഴ്സ് തന്നെ വരുന്നുണ്ട്. സോ കാലത്തിനനുസരിച്ച് കോഴ്സ് മാറുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമില്ല. അതെ. അല്ല ഞാനിതൊരു കുറച്ച് ആൾക്കാരുടെ കോമൺ സംശയങ്ങളാണ് ഞാൻ ഈ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർക്ക് അറിയാവുന്നവർക്ക് ഇത് ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം. പക്ഷേ എങ്കിലും കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറേ സംശയങ്ങളാണ്. ഞാൻ കുറച്ച് പേരെടുത്ത് ചോദിച്ചതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണിത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ +1 നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ +2ലേക്ക് നമ്മൾ കയറുമ്പോഴും, 2ാം വർഷം നമ്മൾ +2ലേക്ക് കയറുമ്പോഴും അവിടെ നിന്നല്ലേ ശരിക്കും നമ്മളിത് ചിന്തിച്ച് തുടങ്ങേണ്ടത്? ഞാൻ എങ്ങനെ ആയിരിക്കണം ഈ ഒരു വർഷം കഴിയുമ്പോഴെന്ന്. അത് എങ്ങനെയാണ് നമ്മൾ അവിടെ എന്താണ് ചിന്തിച്ചു തുടങ്ങേണ്ടത്? ഇപ്പോൾ ഒരു ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല, ഒരു സർവേ, അത് ഇന്ത്യ ടുഡേ ആണോ എനിക്ക് അറിയില്ല, ഏതോ ഒരു സർവേ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. ആ സർവേയിൽ പറയുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞ 70% കൂടുതൽ കുട്ടികളും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ദെയർ സബ്ജക്റ്റ്, അത് കരിയറിനെ കുറിച്ച്. അതുപോലെ +1 +2 പഠിക്കുന്ന 60% കൂടുതൽ കുട്ടികളും പറയുന്നത് അവരെടുക്കുന്ന സബ്ജക്റ്റ് അവരുടെ ചോയ്സ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എന്താ പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഈ +1 +2ൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു കോഴ്സ് ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ +1 തന്നെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ സ്ട്രീം സെലക്ഷൻ പോലും അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും +1 ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ പറയുന്ന എന്ത് കോഴ്സിലേക്ക് പോകണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റൈറ്റായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പാടായിരിക്കും.
അപ്പോൾ പേരൻസും കുട്ടികളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു +2-ൽ ആദ്യം 2ാം വർഷം +2-ലേക്ക് കയറുമ്പോഴത്തേക്കിന് അവർ അവരുടെ കരിയറിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. അതെ, +1 കയറുന്ന സമയത്ത് ചിന്തിച്ച് തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്തൊക്കെ എക്സാംസ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ലിമിറ്റഡ് ആണ്, ഒരു ഓപ്ഷൻ 2 ഓപ്ഷൻ അല്ലെങ്കിൽ 3 ഓപ്ഷൻ വെച്ചിട്ട് അത്രയും നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇതിലേത്, അതും കുറേയൊക്കെ ഇപ്പോൾ ക്ലബ്ഡായിട്ട് എൻട്രൻസ് കോച്ചിങ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുമ്പം സ്റ്റുഡൻസ് ആർ കമ്പൽ ടു ടേക്ക് ദാറ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു ഓപ്ഷനെ ഉള്ളൂ എന്നുള്ള ലെവലിലാണ് പോകുന്നത്. ശരിക്കും ചെയ്യേണ്ടത് +1 പഠിക്കുന്ന സമയത്ത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും മനസ്സിലാക്കിയിരിക്കുക. സ്ട്രീം ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, എല്ലാ സ്ട്രീമുകാർക്കും എഴുതാൻ പറ്റുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു +1 കയറി ഒരു 6 മാസത്തിനുള്ളിൽ നമുക്കറിയാൻ പറ്റും എന്താണ് നമ്മൾക്ക് സ്യൂട്ടബിൾ ആവുന്ന കാര്യങ്ങൾ. ദെൻ അതിനനുസരിച്ചിട്ട് നമ്മളൊരു കോച്ചിങ് പ്രിഫർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ, അതായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് എൻട്രൻസ്, അതായത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതുക. അവിടെ കുറച്ച് മിടുക്കന്മാരെയും കുറച്ച് മിടുക്കികളെയൊക്കെ കിട്ടും, അവർ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആകുന്നു. പിന്നീട് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് IAS, അതായത് ഈ IAS അല്ലെങ്കിൽ IPS, അങ്ങനെ കുറേ ആൾക്കാർ എൻട്രൻസ് എഴുതി അവർ അങ്ങനെ ജോലി മേടിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരം അതായത് മെഡിക്കൽ ഫീൽഡിലേക്കും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും അതുപോലെ ഈ സിവിൽ ഫീൽഡിലേക്കും വരാനായിട്ട് ആൾക്കാർക്ക്, സിവിൽ സർവീസ് ഫീൽഡിലേക്കും വരാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം കൂടുന്നുണ്ടോ അതോ കുറഞ്ഞ് ഇരിക്കുകയാണോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ? ഇല്ല, എല്ലാ മേഖലകൾക്കും താല്പര്യമുള്ള കുട്ടികൾ അന്നും ഇന്നും എപ്പോഴും ഉണ്ട്. പിന്നെ ഈ ഒരു മിഡിലിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഈ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എങ്ങോട്ടാണ് ഏതിലേക്കാണോ അലൈൻഡ് ആവുന്നത് അതൊരു ട്രെൻഡായി മാറുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം UPSCയുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ ട്രെൻഡാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ അങ്ങനെ ഒരു ട്രെൻഡ്, അങ്ങനെ ഓരോരോ ട്രെൻഡ്. ഇത് ഈ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അത് എക്സലൻ്റ് ആയിട്ട് പഠിക്കുന്നു, അത് തന്നെ ഫോക്കസ് ചെയ്ത് സ്കില്ല് വരുന്ന അവരല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഈ മിഡിലിൽ നിൽക്കുന്ന ഒരു കുട്ടികളുണ്ട്. അപ്പോൾ അവരാണ്, അവരുടെ പാരൻസ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ട്രെൻഡ് എങ്ങനെയാണ് മാറുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തുള്ള ട്രെൻഡ് എന്തായിരുന്നു വെച്ചാൽ BCom+CA ആയിരുന്നു. ആ ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്. അതെ, അതൊരു വലിയ, ആ സമയത്ത് അതൊരു ഭയങ്കര ട്രെൻഡായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് BCom-ൻ്റെ CA കൂടെ ചേർത്ത് പഠിക്കാം, നിങ്ങൾ 5 വർഷം കഴിയുമ്പോഴത്തേക്കിന്, ഡിഗ്രിയും കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറും എന്നുള്ളൊരു ട്രെൻഡാണ്. പക്ഷേ അന്ന് എൻ്റെ കൂടെ പഠിച്ച പലരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പകുതി വഴിയിൽ അതെല്ലാം ഉപേക്ഷിച്ച് പോയി. ആകെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളോ എന്തോ ആണ് അതിനകത്തുനിന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ സന്ദീപ്, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഇതുപോലെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം പാരൻസിൻ്റെ ഇത് വരുമ്പോൾ അവർ ചോദിക്കുന്നത് ജോലി സാധ്യതയുള്ള കോഴ്സ് ഏതാണെന്ന് നമ്മൾ ചോദിക്കും. ഈ ജോലി സാധ്യതയുള്ള കോഴ്സ് നമ്മുടെ കുട്ടിക്ക് സ്യൂട്ടബിൾ ആവണം എന്നില്ല. അന്ന് താങ്കളുടെ കാലഘട്ടത്തിൽ BCom+CA എന്ന് പറയും, ഇന്നും അത് റെലവൻസ് ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്നതല്ല. അപ്പം ജോലി സാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് അതിന് താല്പര്യമുണ്ടോ, സ്കില്ലുണ്ടോ എന്നും കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് പോകുന്നതാണ് നമ്മൾ നല്ലത്. അല്ലാതെ ട്രെൻഡ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഇടയ്ക്ക് വെച്ച് കോഴ്സ് ഡ്രോപ്പ് ആവും. എഞ്ചിനീയറിംഗും അങ്ങനെയാണ് പറ്റിയത്. കാരണം എഞ്ചിനീയറിംഗ് ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരും അതിലേക്ക് പോയപ്പോൾ പല കുട്ടികൾക്കും അത് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ എൻ്റെ കസിൻ്റെ ഒരു മകൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് സംഭവിച്ചതെന്നറിയാം. അതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നടത്തുന്ന സ്ഥാപനം എവിടെ നിന്നൊക്കെ കുറേ നമ്പേഴ്സ് കളക്ട് ചെയ്ത് സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് ഇവർ എല്ലാവരെയും വിളിക്കുക ചെയ്യുന്നത്. ഇവർ ആ പരിസര പ്രദേശത്തുള്ള അല്ലെങ്കിൽ 3-4 ജില്ലകളിലുള്ള കംപ്ലീറ്റ് സ്കൂളുകളിലെയും ഡേറ്റാബേസ് എടുത്തിട്ട്, ഡീറ്റെയിൽസ് എടുത്തിട്ട്, നമ്പർ എടുത്തിട്ട് ഇവരെല്ലാം വിളിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്, നിനക്ക് ഇത്രയും കോഴ്സ്, നല്ലൊരു കോഴ്സ് നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യതയുണ്ട്, നാട്ടിൽ തന്നെ വലിയ ശമ്പളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ കുട്ടികളെ അവർ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവർ അതിനകത്ത് അങ്ങ് റെഡിയായി നിൽക്കുകയാണ്. എനിക്ക് ഈ കോഴ്സ് മതി, അവർ വിളിച്ച് ആരോ ഒരാൾ വിളിച്ച് പറയുന്ന കോഴ്സ് മതി എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് പല കുട്ടികളും. ഞാൻ ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ പോലും പല കുട്ടികളുടെയും മൈൻഡിൽ അങ്ങനെ, എനിക്കും അങ്ങനെ ഒരു സാധ്യത അന്ന് ഞാൻ പഠിച്ച സമയത്ത് എനിക്കുണ്ട്. COP എന്ന് പറയുന്നൊരു കോഴ്സ് അന്നുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്നൊരു കോഴ്സ്. 1 ഇയർ കോഴ്സാണ്. ഡിഗ്രിക്ക് ചെയ്യാതെ, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യാതെ ആ 1 ഇയർ ആ വൊക്കേഷണൽ കോഴ്സ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ജോലി സാധ്യതയാണ്. സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാതെ ഞാൻ ഡിഗ്രിക്ക് പോയതുകൊണ്ട് ഞാൻ ഒരു മണ്ടത്തരമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. ഒരു 1 ഇയർ കോഴ്സ് മാറി എന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. ഇത് ഈ ഒരു അത് അന്നും ഇതുപോലെ നമ്മളെ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലരും സമ്മതിക്കുകയാണ്. അതായത് പേരൻസിനോട് പറയുകയാണ്, എനിക്കത് മതി, എനിക്ക് ജോലി കിട്ടും, എനിക്ക് ശമ്പളം കിട്ടും, വലിയ ശമ്പളം കിട്ടും, എനിക്ക് വിദേശത്ത് പോകാം. ശരിക്കും അതൊരു ട്രാപ്പല്ലേ? അത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഉള്ള ഒരു ട്രാപ്പ് തന്നെയാണ്. എന്താ പറയുന്നത്, സിറ്റുവേഷൻ ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് സിറ്റുവേഷൻ വേറെ കോഴ്സായിരുന്നു, വേറെ ആൾക്കാരായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പം
വേറെ കോഴ്സാണ്, ഒരു പുതിയ ജനറേഷനിലെ ആൾക്കാർ നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് എല്ലാ കാലത്തും ഉണ്ട്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി നാളെ കുറേ നാളുകൾ കഴിഞ്ഞാൽ ഇതേ കാര്യം തുടരും. ഇതിനൊരു എൻഡ് ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോളേജിൻ്റെ സീറ്റ് ഫില്ല് ചെയ്യാനാണോ ഹെൽപ്പ് ചെയ്യുന്നത്, അതോ നമ്മുടെ കുട്ടിയുടെ റൈറ്റ് കരിയറിന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നതെന്നുള്ളത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് കോളേജിലെ സീറ്റ് തീരും, അതുകൊണ്ട് എടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ആക്ച്വലി വി ആർ ഹെൽപ്പിംഗ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഫിൽ ദെയർ കോഴ്സ് അല്ലേ. അപ്പം അതാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് ഒരു എൻട്രൻസ് എക്സാമിനേഷനോ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും. എന്നിട്ട് അവർ പറയും നിങ്ങളുടെ കുട്ടിക്ക് എന്താ പറയുന്നത് നല്ല മാർക്കുണ്ട്, നിങ്ങൾ റാങ്ക് ഉണ്ട്, സോ ഇത്രയും % റിഡക്ഷൻ ഉണ്ട് ഫീസിൽ എന്ന് പറയുന്നു. സോ അത് അവർക്ക് മിസ് ചെയ്യാൻ വയ്യ. ആൻഡ് ദേ വിൽ എന്താ പറയുക പ്രഷറൈസ് ചെയ്യും. ഇത് 3 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പ്രഷറൈസ് ചെയ്യും. അങ്ങനെയാണ് പല പാരൻസും ചില കോഴ്സുകളിലേക്ക് വിടുന്നത്. പിന്നെയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് പോകുന്ന ഒരു ട്രെൻഡാണ്. സ്കൂളിലൊക്കെ വന്ന് ഇപ്പോൾ കരിയർ ഗൈഡൻസ് ഒക്കെ ഇപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് നടത്തും. അപ്പോൾ അവർക്ക് ദേ ഹാവ് എ ബേസ്. ഈ കോഴ്സിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് സ്ട്രെസ് ചെയ്തിട്ട് അവർ പറയുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, ഒത്തിരി യൂണിവേഴ്സിറ്റി ഉണ്ട്, നമുക്ക് പേരെടുത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവർ വന്നിട്ട് ഇത് കഴിയുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു പൂളായിട്ട് അങ്ങ് ഇതാവുകയാണ്. ഇപ്പോൾ ഒരു 10 പേര് 20 പേര് അങ്ങനെയൊക്കെ പോവുകയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, പല കോഴ്സുകളിലേക്ക്. അത് നമുക്ക് ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം എല്ലാ കാലത്തും നിലനിൽക്കും, ഒന്നിച്ച് പഠിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് തന്നെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ ബി അവെയർ അബൌട്ട് ദ തിങ്സ്. അതാണ് ഈ നമ്മൾ പലരും ഒരിക്കലും നമ്മൾ ചിന്തിക്കത്തില്ല. അതായത് നമുക്ക് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, നമുക്ക് അവിടെ പോയി ചേരാന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിഫൻസ് അക്കാദമിയുടെ കോഴ്സുകൾ, അത് വലിയ സാധ്യതയുള്ള കോഴ്സുകളാണ്. പലപ്പോഴും നമ്മൾ ഒരു കോമൺ മാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കോഴ്സാണ് അത്. എന്തൊക്കെയാണ് ഈ ഡിഫൻസ് അക്കാദമി കോഴ്സസ് അതുകൊണ്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളും ഏതൊക്കെ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്? നാഷണൽ ഡിഫൻസ് അക്കാദമി NDA എന്ന് പറയുന്നത് വേൾഡിലെ ഒരേ ഒരു 3 വിങ്ങുകളും ചേർന്ന് ഉള്ള ഒരു അക്കാഡമി നമ്മുടെ ഖടക്വാസ്ലയിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. ഇവിടെ +2 കഴിഞ്ഞിട്ട് നമുക്ക് NDAയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം. അതിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഇൻ്റർവ്യൂ, മെഡിക്കൽ, ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾക്ക് ഇങ്ങോട്ടാണ് ആക്ച്വലി ഗവൺമെൻറ് പൈസ തരുന്നത്. NDAയിൽ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നമ്മളും നമ്മുടെ ഫാമിലി എല്ലാം ടേക്ക് കെയർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിന് ആർമി ആണെന്നുണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ നേവി ആൻഡ് എയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം ഇതിൽ ആർമി ആണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രീം എടുത്ത ആൾക്കാർക്കും എഴുതാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള 2 ആണെന്നുണ്ടെങ്കിൽ അതിൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവണം എന്ന് നിർബന്ധമാണ്. അപ്പം ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമിനേഷന് എന്താ പറയുന്നത് ബേസിക് നമ്മൾ +2 പാസ്സാവുക എന്നുള്ളതാണ് വരുന്നത്. മാത്സ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 2ലും കൺസിഡർ ചെയ്യും. അല്ല വേറെ സബ്ജക്റ്റ് ആണെങ്കിൽ ആർമിയുടെ മാത്രമാണ്. ഇതൊരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ അത്യാവശ്യം ടഫാണ്. നേരത്തെ തന്നെയുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇപ്പം ഒരു ക്രാഷ് കോഴ്സൊക്കെ പലരും നടത്താറുണ്ടെങ്കിലും ആ ക്രാഷ് കോഴ്സ് റിട്ടേൺ ടെസ്റ്റ് പാസ്സാവാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ എൻട്രൻസ് എക്സാമിനേഷൻ പാസ്സാവാനായിട്ട് മൊത്തത്തിൽ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. റിട്ടേൺ മാത്രമല്ല എല്ലാം. പിന്നെ മെഡിക്കലി, പിന്നെ വേറൊരു കാര്യം, ഇപ്പം NDA എക്സാമിന് ഉള്ള ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുന്നേ മെഡിക്കലി എലിജിബിൾ ആണോ എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്നു, റിട്ടേൺ എഴുതുന്നു, ഇൻ്റർവ്യൂവും ഇത് ചെയ്യുന്നു, മെഡിക്കൽ പോകുമ്പോൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ മെഡിക്കലി നമ്മൾ അത് കൊടുത്തിട്ടുണ്ട് ക്രൈറ്റീരിയസ്. ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇത് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം നമ്മളുടെ ആഗ്രഹിക്കാനായിട്ട്. ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, ചിലത് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ലൈക്ക് കളർ ബ്ലൈൻഡ്നെസ് ആൻഡോ, അത് റെക്ടിഫൈ ചെയ്യാൻ മീൻസ് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഫുട്ട്, കുറേ കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ NDAയുടെ കോഴ്സിന് പോയാൽ ഫ്യൂച്ചർ സേഫ് ആണ്. അതെ, തീർച്ചയായിട്ടും നല്ലൊരു എന്താ പറയുന്നത് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ കൺട്രിക്ക് വേണ്ടി ലൈക്ക് പാട്രിയോട്ടിക് ഒരു ഫീലാണ്. പിന്നെ അത് കൂടുതലും എന്താ പറയുന്നത് എല്ലാവർക്കും അത് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് നമ്മുടെ ഒരു ഫിസിക്കൽ എൻഡ്യൂറൻസ്, ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് നമ്മളിപ്പോൾ പറയുന്നത്, സ്കൂളിൽ പോകുന്നു, ട്യൂഷന് പോകുന്നു, പരീക്ഷ എഴുതുന്നു, വീട്ടിൽ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു ചടഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ, അത് പറ്റില്ല. ഈ പലരും ചോദിക്കുന്ന ഒരു ചെറിയ ഒരു 1-2 കാര്യങ്ങളുണ്ട്. അതായത് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റൽ രണ്ടും, അതായത് ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഹോസ്പിറ്റൽസ്
വലിയ സാധ്യതകളുള്ള സ്ഥലമാണ്. കാരണം പലരും ഹോസ്പിറ്റലുകളിലേക്ക് ഈ പല ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ ഹോസ്പിറ്റലിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന പറഞ്ഞാൽ ഡോക്ടേഴ്സും നഴ്സും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർക്കായിരിക്കും അവിടെ സാധ്യത എന്നാണ്. ശരിക്കും ഹോസ്പിറ്റാലിറ്റി ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റും അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ 2 കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒരു വലിയ സാധ്യതയുള്ള സമയമല്ലേ ഇത്? അതെ. ഇതിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ ടൂറിസം ടൂറിസം ആൻഡ് ട്രാവൽ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കോഴ്സസ് ഉണ്ട്. ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പല ആൾക്കാരും ഈ പറയുന്ന കോഴ്സുകൾ അയ്യോ അതിന് വലിയ സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല. ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഇപ്പം ഹോസ്പിറ്റൽസിൽ ഡോക്ടറും നഴ്സും മാത്രമല്ല, ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ വരാനായിട്ട് സാധ്യതയുള്ള കോഴ്സുകളാണിത്. അപ്പം ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് MBA ഇപ്പം നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോസ്റ്റുകളിലേക്ക് വരാൻ സാധിക്കും. അത് മാത്രമല്ല, ഇപ്പം ഇത് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ലൈക്ക് ഇപ്പം MLT എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്, പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സുണ്ട്. അപ്പം ഈ ഇപ്പം ഡയബറ്റീസ് നമുക്കറിയാം ഇപ്പം ഭയങ്കര ഹൈ ആയിട്ട്, അപ്പം ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള BSc കോഴ്സസ് ഉണ്ട്, എമർജൻസി മെഡിസിൻ. അപ്പം ഇതൊക്കെ എന്താ പറയുന്നത് ഹോസ്പിറ്റൽസിൽ ജോലി സാധ്യതയുള്ള കോഴ്സസ് ആണ്. ഈവൻ നമ്മൾ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി ഒക്കെ പഠിക്കുമ്പോഴും ലബോറട്ടറിയിലും നമുക്ക് ഇത് ആവശ്യമുണ്ട്. പിന്നെ നമുക്കറിയാവുന്നത് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. അതുപോലെ ഒപ്റ്റോമെട്രിയുടെ കോഴ്സ് ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇതൊക്കെ ഹോസ്പിറ്റൽസിൽ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കോഴ്സാണ്. പിന്നെ ഇപ്പം നഴ്സിംഗ് പഠിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ആ പ്രൊഫഷനോട് താല്പര്യമില്ല, നഴ്സായിട്ട് ഇങ്ങനെ ഒരുപാട് പണിയെടുക്കണം എന്നൊക്കെ. ആക്ച്വലി നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബി എ ട്യൂട്ടർ, ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോവാം. ഇപ്പോൾ BSc കഴിഞ്ഞു, MSc കഴിഞ്ഞു, അങ്ങനെ പോകാം. അപ്പം എല്ലാത്തിലും സാധ്യതകളുണ്ട്. പക്ഷേ റൈറ്റായിട്ട് നമ്മൾ ആ കോഴ്സസ് എടുത്തിട്ട് ആ ഒരു കരിയർ പാത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്താൽ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് സാധ്യതകളാണ് വരുന്നത്. അതുപോലെ ടൂറിസം ഇൻഡസ്ട്രിയിലും ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. മറ്റ് നമ്മൾ ഇപ്പോൾ കോമൺലി ഇപ്പോൾ കണ്ടുവരുന്ന, മാഡം ഇത്രയും ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ കോമൺലി കണ്ടുവരുന്ന സാധ്യതകളുള്ള മേഖലകൾ വേറെ ഏതൊക്കെയാണ്? ഇപ്പോൾ മെയിനായിട്ടും ഈ പറഞ്ഞ പോലെ ഏത് മേഖലയായാലും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലബ്ഡായിട്ട് പഠിക്കണം. ഇപ്പോൾ ഡോക്ടർ ആയിരുന്നാലും, ഇപ്പോൾ എക്സാമ്പിൾ റോബോട്ടിക് സർജറി, ഇപ്പം MBBS പഠിച്ചു, ഞാൻ AIക്ക് അഗൻസ്റ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോബോട്ടിക് സർജറി ആണ് നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഏത് പ്രൊഫഷൻ, ഇപ്പോൾ ഒരു ലോയർ ആണെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, അപ്പോൾ അതിനിപ്പോൾ AI ടൂൾസ്, കണ്ടന്റ് ക്രിയേഷൻ, അതുമായി ബന്ധപ്പെട്ട AI ടൂൾസ് നമ്മൾ പഠിച്ചിരിക്കും. അപ്പോൾ ഏത് പ്രൊഫഷൻ ആയാലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് AI ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനിപ്പോൾ കോഡിങ് ആയിക്കോട്ടെ, ഇനി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും സൈക്കോളജി പഠിച്ചാലും ഈ പറയുന്ന AI ടൂൾസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഒരു എന്താ പറയുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ഏത് പ്രൊഫഷനിലും, അതാണ് ഒരിത്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഡേറ്റാ സയൻസ്, കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ ആ കുട്ടികളുടെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് എല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലായിക്കോട്ടെ, ടൂറിസം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, എവിടെയായിരുന്നാലും അതിന് ഒരുപാട് സാധ്യതകളുണ്ട്. അത് മാത്രമല്ല സൈബർ ഫോറൻസിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. കാരണം നമുക്കറിയാം വി ഹാവ് 2 ഐഡൻറ്റിറ്റീസ്. ഇപ്പം നമ്മളിങ്ങനെ പരസ്പരം കാണുന്നു, ആൻഡ് സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് എ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആൻഡ് വി ഹാവ് എ റിയൽ ഐഡൻറ്റിറ്റീസ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ ആ പേഴ്സൺ എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ അത് കാരണം സൈബർ ഫോറൻസിക് അത്യാവശ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്തിക്കൽ ഹാക്കേഴ്സ് ആർ കൺസിഡേർഡ് ആസ് എ ഡിഫൻസ് സിസ്റ്റം. ഒരു കമ്പനിയുടെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ ഡിഫൻസ് ആണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആവശ്യമാണ്, കാരണം നമ്മളുടെ ഡാറ്റ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. എപ്പോൾ വേണമെങ്കിലും ആരിപ്പം ഓരോ കൺട്രീസ് മറ്റുള്ള കൺട്രീനെ അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ, അവരുടെ ഈ പറയുന്ന ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് പോവുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം എത്തിക്കൽ ഹാക്കിങ് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക് സയൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മേഖലകളിൽ AI ടൂൾസ് യൂസ് ചെയ്യാൻ അറിയുന്നത് അവരുടെ ജോലി സാധ്യതകൾ കൂട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ 2 പേരും ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഗ്രാജുവേഷനാണ്, പക്ഷേ എനിക്ക് ഒരു സ്കിൽ അഡീഷണലി ഉണ്ടെങ്കിൽ അത് എപ്പോഴും ജോലി കിട്ടാനായിട്ട് സാധ്യതയായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത് അല്ലേ? അതായത് നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുക, അഡീഷണൽ സ്കില്ലുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴത്തെ സാധ്യത അനുസരിച്ച് എന്താണോ അതിനുള്ള എല്ലാ
പോളിഷിങ്ങും സ്വയം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? അതെ അതെ, വരാൻ പോകുന്ന ജനറേഷൻ 5-ൽ കൂടുതൽ ജോലികൾ വരെ മാറാൻ സാധ്യതയുണ്ടെന്നാണ് എക്കണോമിക് ഫോറം ഒക്കെ പറയുന്നത്. സോ അപ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ സ്കിൽ അപ്ഗ്രഡേഷൻ അതിൽ ഇവിടെ നിന്നേ നമ്മൾ അത് തുടങ്ങണം. ആ 5-ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതെ അതെ ഓരോന്നോരോന്ന് ജോലി മാറി മാറി പോകും എന്നാണ് പറയുന്നത്. കാരണം പണ്ടൊക്കെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 60 വയസ്സ് വരെ ആ ജോലി, പക്ഷെ ഇപ്പോൾ വരുന്ന ജനറേഷൻ അങ്ങനെയല്ല, അവർ ജോലി മാറി മാറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്കിൽ അപ്ഗ്രഡേഷൻ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.